ജെനി, എടുക്കുന്നു തുണിയല്ല. 2 ദിവസം കൊണ്ട് വായിച്ച് തിരിച്ചു തരാന്ന് പറഞ്ഞ ബുക്കാ, തുടങ്ങിയിട്ട് പോലുമില്ല. ഈ ഡ്രസ്സൊക്കെ കഴുകാനിട്ടൂടെ? ജെനി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 ദിവസം കൊണ്ട് ഈ ബുക്ക് വായിച്ച് തിരിച്ചു തന്നില്ലെങ്കിൽ ഇനി മേലെ എന്റെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തു പോരുത്. ഒരു സ്വപ്നം കാണാനും സമ്മതിക്കില്ല. ഞാനൊന്ന് ഡാൻസ് ചെയ്ത് വരുമായിരുന്നു. നീയേ 4 മണി തൊട്ട് ഡാൻസ് കളിച്ചു തുടങ്ങിയതാ. ഇനി ഡിന്നർ കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്യാം കേട്ടോ. വേഗം വാ, ജോച്ചൻ വെയിറ്റിംഗ് ആണേ. ഹലോ, ശ്യാമാണ് സാർ. ശ്യാമേ പറ. എന്നെ കൊണ്ട് ടാർഗറ്റ് ടച്ച് ചെയ്യാൻ പറ്റും തോന്നുന്നു. എന്റെ ശ്യാമേ, നീ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല സാറേ, ഞാൻ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കണം. ഫുൾ ടൈം എന്നാലേ എന്നെ പോലെ നിനക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റൂ. എന്നിട്ട് മിനിമം ഒരു കോടിപതിയെങ്കിലും ആവും. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഇന്ന് ഏത് ഡ്രാമ സീരീസ് ആയിരുന്നു? ഇന്ന് എന്റെ തന്നെ ഒരു കിടിലൻ ടൈം ട്രാവൽ സീരീസ് ആയിരുന്നു. ആണോ? അതെ. നമുക്ക് തട്ടുകടയിൽ പോയൊരു ദോശ കഴിച്ചാലോ? ഈ മമ്മിയുടെ ഫുഡ് കഴിക്കുന്നൊരു മോചനാവും. ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എപ്പോഴുള്ളതാ? ബാക്കിലുണ്ടായിരുന്നു. പെണങ്ങല്ലേ സാലിക്കുട്ടി, ഈ ഫുഡൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്ക് നാളെ രാവിലെ ജോയിച്ചിന് തന്നെ ചൂടാക്കി കൊടുക്കാം. അപ്പൊ പെർമിഷൻ ഗ്രാൻഡഡ്. ഞാൻ റെഡി. ഒരു 5 മിനിറ്റ് ചോദിച്ചാ അതാ വരുന്നു. നിന്റെ കൊറിയൻ ബാൻഡ് BTS പിരിഞ്ഞല്ലേ? അത് വല്ലാത്തൊരു അടിയായി പോയി. സാരമില്ല, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. വഴിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഫാൻസ് ഒരു മാസ് ഹാഷ്ടാഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ചോദിച്ചാ പ്രതീക്ഷ കളയണ്ട. പ്രതീക്ഷയാണല്ലോ ജീവിതം. ഓ, ഞാൻ പറഞ്ഞതാണ് കാറി വരാവുന്നു. ഈ മഞ്ഞുകൊണ്ട് ഇനി വീണ്ടും പനി പിടിക്കും. കാറിൽ വന്നാ എനിക്ക് എന്റെ ചോദിച്ചിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റുമോ? മോളെ, ഈ വണ്ടി തട്ടുകട വരെ പോവും. ഓ, അങ്ങനെ ആവട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ റൈഡർമാരുടെ കൂടെ കൂട്ടുകൂടല്ലെന്ന്. ഈ ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ച തള്ളു, നീ തള്ളു. ഹലോ, ഒന്നും മൈൻഡ് ചെയ്യപ്പാ. സാറേ പറ. എനിക്ക് ദോശയും ഓംലെറ്റും. നിനക്കെന്താ വേണ്ടത്? എനിക്കും ദോശ ഓംലെറ്റ് മതി. ഒരു സവാള വട. ഒരു സവാള വട കൂടെ. ഓക്കെ. ആരാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, ഞാൻ കുറച്ച് ബിസിയാണ്. മോളുമായിട്ടൊന്ന് പുറത്തു വന്നതാ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. 20 ലക്ഷത്തിന്റെ പോളിസിയാ. ഞാൻ ബിസിയൊന്നുമല്ല, ഞാൻ ഫ്രീയാ. മോളെ ഇപ്പൊ വരാം കേട്ടോ. അല്ല, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. അവിടെ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം പേടിക്കണ്ട. ഓരോ ദിവസവും ഞാൻ നോക്കിയിരിക്കല്ലേ. 2 ദിവസം മുമ്പ് ഞാൻ അങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ. ജെനി വിളിക്കുന്നു. അതുകൊണ്ട്
വിടല്ലേ എടോ ആ ജെനി പറ. ആ ജോയിലെ നീ വാട്സാപ്പിലൊന്ന് കയറി. അല്ല നീ എന്താ ഈ സമയത്ത് ഒറ്റയ്ക്ക്? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. നിനക്ക് ഞാനല്ലാതെ ട്രിപ്പ് പോവാങ്കിൽ എനിക്ക് എൻ്റെ പുതിയ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാനൊക്കെ പോവാം. ഏത് ബോയ് ഫ്രണ്ട്? എവിടുത്തെ ബോയ് ഫ്രണ്ട്? നീ കളിക്കാതെ കാര്യം പറഞ്ഞ്. ടെൻഷൻ ആവണ്ട മാഷെ, ഒരു 5 മിനിറ്റ്. ഞാനും എൻ്റെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്ന ഫോട്ടോ ഞാൻ ഇപ്പം ഇട്ടേ. ഓക്കെ എന്നാ, എൻ്റെ ഡാർലിംഗ് അവിടെ നിന്ന് വരുന്നുണ്ട്, കണ്ട പ്രശ്നമാവും. ആ അവളുടെ ഒരു കാര്യം, എന്തു പറ്റി? അവളിപ്പോ ഏതോ തട്ടുകടയല്ലോ, അതിന് ആളെ അങ്ങ് വട്ടാക്കുവോ? നീ ഒന്ന് പോടാ. അവള് ഇതിനെ കളിപ്പിക്കുന്ന അങ്ങനെ ആയിരിക്കും. ആയിരിക്കുമല്ലേ? ആയിരിക്കും. താണ്ടാവൻ വരുന്നു. എന്തു പറ്റി? എന്താ പറ്റാന്? പെട്രോൾ കഴിഞ്ഞ്. ഇവന്റെ കൂടെ ഇറങ്ങിയപ്പോഴേ എനിക്കറിയായിരുന്നു. എന്തുവോ? എന്തുവാ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ റൈഡർമാരോടൊന്നും വരില്ലെന്ന്. എടാ അവന്മാര് വേറെ മൂഡ് പയ്യന്മാര്. നിനക്ക് വല്ല റൈഡിനെ കുറിച്ച് വല്ല അറിയാവോ? എടാ അതെ, പെട്രോൾ അടിക്കത്തില്ല. പോകുന്ന വഴി എന്നെ വീട്ടിലൊന്നും നടക്കുവോ? അപ്പൊ ഇവനോ? ആ അവൻ വന്നോളൂ. പോവാണ് നീ? ഇല്ലടാ, ഞാൻ ഇവനെ ആക്കിയിട്ട് പെട്രോൾ വാങ്ങിട്ട് എടാ ഞാൻ ഇപ്പൊ തന്നെ പഴനി പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലും. എന്റെ പൊന്നളി, ഈ ഭസ്മം ഇടുന്നേക്ക് ഇച്ചിരി ഓവറാ. Over ആണോ? രാത്രി ആരെങ്കിലും ഭസ്മം ഇട്ടുകൊണ്ട് വീട്ടിൽ ചെല്ലുവോ? ആണോ? ആ മായ്ക്കല്ലേ? ആ. അല്ലടാ, നീ പളനി പോയെന്ന് പറഞ്ഞിട്ട് പ്രസാദം തീ. പ്രസാദം നമ്മൾ അതിനല്ലേ വൃന്ദാവനിൽ കയറിയത്. ഫുഡ് കഴിച്ചില്ലേ? അവിടുന്ന് പ്രസാദം ഒപ്പിച്ചിട്ടുണ്ട്. നീ ഒരു അഗ്രഹണ്യം തന്നെ കേട്ടോ. നീ വണ്ടി ഇട്. സമ്മതിക്കണം. പെട്ടെന്ന് പറഞ്ഞേ. ഇടയ്ക്കൊരു പോളിസിയുടെ കാര്യം 20 lakhs. ചോദിച്ചോ, വാ. അടിപൊളി. അടുത്ത പ്രാവശ്യം എന്നെ കൂട്ടാതെ ട്രിപ്പ് പോയാലുണ്ടല്ലോ മോനെ, പപ്പയായിരിക്കില്ല പോയിട്ടുണ്ട്. സാറ് രാത്രി എപ്പോ വന്ന് കിടന്നു? ഇതറിയാനാണോ അപ്പൊ എന്നെ രാവിലെ വിളിച്ചെണ്ണിപ്പിച്ചേ? ഇതറിയാനല്ല, ഞാൻ ലോൺ അടയ്ക്കാൻ വെച്ചേക്കുന്ന കാശ് നിർത്തോണോ നീ ടൂർ പോയെ? ഞാൻ അറിഞ്ഞു അത് ലോൺ അടയ്ക്കാൻ വെച്ച കാശാന്ന്. നീ ചോദിച്ചിട്ട് എടുക്കണം, അല്ല നോട്ടിൽ എഴുതി വെക്കാൻ പറ്റുമോ ഈ ലോൺ അടയ്ക്കാനുള്ള കാശാണെന്ന്? 10,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അപ്പൊ എഴുതി വെച്ചു, 30 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തന്നിരിക്കും. അമ്മേ ചായ. ചായ ഒന്നുമില്ല. നീ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 4ാമത്തെ തവണയാ പറയുന്നത് കാശ് കണ്ടിട്ട് കാശ് തിരിച്ചു തരാമെന്ന്. എന്റെ കാശ് തന്നിട്ടേ നീ ചായ കുച്ചാ മതി. ഒരു തരവുകാരൻ അല്ല. ജോ, നീ എഴുന്നേറ്റിട്ടില്ലാന്ന് എനിക്കറിയാം, പക്ഷെ 10 മണിക്ക് കോഫി ഷോപ്പിൽ എത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ലോകത്താരെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിന് വാട്ടർ ഫ്രണ്ട് മേടിക്കുമോ? ആ, ഇത് കരഭൂമിയാ, 13 സെന്റ്. ഉച്ച കഴിഞ്ഞ് വാ, ഞാൻ കാണിക്കാം. അയ്യോ, രാജകുമാരി കഴിച്ചിട്ട് ഇതൊന്നും എടുത്തില്ലേ? ഞാൻ എന്നാ ഇവിടുത്തെ പണിക്കാരിയാണോ? ഇവിടെ നീ കഴിക്കുന്നില്ലേ? വേണ്ട. അതെന്നാ? ചിലര് കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. എനിക്ക് ഇവിടെ മാത്രമല്ല ചായ കിട്ടുക, പുറത്തും ചായ മേടിച്ച ഒരാളുണ്ട്. കേട്ടോ അമ്മേ? എന്നാന്ന്? അമ്മ കേട്ടോ? ആ, ഇപ്പൊ ഈ പറമ്പിൽ വാഴ വെക്കുന്നതാണോ നല്ലത് അതോ തെങ്ങ് വെക്കുന്നതാണോ? അതെന്നാ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? ആ, ഇനിയിപ്പോ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, നേരത്തെ ചോദിക്കണമായിരുന്നു. ആഹാ, മുട്ട മാറി ഇപ്പൊ വാഴയെ പിടിച്ചോ? ജിനി, ജോയൽ ഇതുവരെ വന്നില്ലേ? ഇല്ല. അയ്യോ, അപ്പൊ ഇന്നും പോസ്റ്റാണോ? എന്തായാലും സെറ്റ് ആവുന്നവരെ ഇവരെ ഏതറ്റം വരെയും പോകും. അത് കഴിഞ്ഞാലാ പിന്നെ കയ്യിൽ കിട്ടാൻ പണി. അപ്പൊ ഇതൊക്കെ അറിയല്ലേ? ഇവനെയൊന്നും വെറുതെ വിടരുത്. ഇല്ല.
വരുന്നുണ്ട്, കണക്കിന് കൊടുത്തേക്കണം. ജോ ജോ നിനക്കിങ്ങനെ നടന്നാ മതിയോ? ഇത്തിരി സീരിയസ്നെസ് ഒക്കെ വേണ്ടേ? എന്തിന്? ഒരു 5 വർഷം കൂടെ കഴിയട്ടെ, ഞാൻ വെച്ചിട്ടായിക്കോളാം. അയ്യടാ, നിനക്ക് വയസ്സേ 18 അല്ല 24. 5 വർഷമൊന്നുമില്ല, ഒരു 3 കൊല്ലം കൂടെ തരും ഇങ്ങനെ കളിച്ച് നടക്കാനായിട്ട്. അതെ, ഞാനൊന്നും സമ്മതിക്കില്ലാട്ടോ. എന്തായാലും തന്നെയൊക്കെ മെച്യൂരിറ്റി ഉണ്ട് എനിക്ക്. നിനക്ക് യൂട്യൂബിൽ നോക്കാതെ എന്തെങ്കിലും ചെയ്യാൻ അറിയോ? ഒരു കാര്യം അറിയാം. പോടാ. ഓ, എന്ത് സുന്ദരിയാണോ താൻ. ആ, സുന്ദരിയാണ്, എനിക്കറിയാം. മതി നോക്കിയത്. വാ പോവാം. എഴുന്നേക്ക് വാ. ഇന്നെന്താണാവോ പ്രശ്നം? ഓ, ജസ്റ്റ് ഒന്ന് ഗോവ വരെ ട്രിപ്പ് പോയതാ. ഗോവയിൽ കഴിഞ്ഞ മാസമല്ലേ പോയേ? അത് മൂന്നാർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോണോണ്ട് എനിക്ക് തെറ്റിപ്പോയതാ. ദാ, ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, ഒന്ന് കഴിച്ചു നോക്ക്. ശകലം ചോറെടുക്കട്ടെ? ചോറ് വേണ്ട, അങ്കിളിന്റെ സ്പെഷ്യൽ ഫിഷ് മതി എനിക്ക്. എന്റെ പ്രത്യേക മസാല കൂട്ടാണ്. എങ്ങനുണ്ട്? അങ്കിൾ ആന്റിയെ കടത്തി വിട്ടു കുക്കിങ്ങില്? അങ്ങനൊന്നുമില്ല. മര്യാദക്ക് ഈ പണിയെല്ലാം തീർത്ത് വെച്ചാലേ വൈകിട്ട് അലമാരയുടെ താക്കോല് കിട്ടൂ. എന്നാലല്ലേ 2 എണ്ണം അടിക്കാൻ പറ്റൂ. എന്നിട്ട് 2 എണ്ണം അല്ലല്ലോ അടിക്കുന്നേ. ഞാൻ 2 എണ്ണേ അടിക്കാറുള്ളൂ. പക്ഷെ പാപത്തിന് ഗ്ലാസിന്റെ അളവൊന്നും അറിഞ്ഞൂടാത്തോണ്ട് വലിയ 2 വെട്ട് ഗ്ലാസ് കൊണ്ട് കൊടുക്കും. 6 ബഗ്ഗാണ്. ഒരു കുപ്പി 2 ദിവസം കൊണ്ട് തീരും. കഴിക്കുമ്പം പൂക്കുറ്റിയാവണത് വരെ കഴിക്കണം. എന്നാലേ 4 തെറിവിളി കേൾക്കാവൂ. അങ്കിളിന് ആന്റിയുടെ തെറിവിളി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും. പാവത്തിന് ആരെങ്കിലും ചീത്ത വിളിക്കണ്ടേ? മക്കളാണെങ്കിൽ വിദേശത്ത്, അതുകൊണ്ട് എന്നെ വിളിക്കും, ഞാൻ ഇരുന്ന് കേട്ടു കൊടുക്കും. ഈ പോളിസിക്ക് നിങ്ങൾ വർഷത്തിൽ 2 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ഇടയ്ക്ക് വെച്ച് ലോൺ എടുക്കാം. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ തട്ടിപ്പോയാൽ ഫുൾ എമൗണ്ട് ഫാമിലിക്ക് കിട്ടും. അതാണ് എന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് കോൾ അടിച്ചിരിക്കുകയാണ്. ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വന്നതാണോ ഫോൺ വിളിക്കാൻ വന്നതാണോ? എല്ലാം പറഞ്ഞ പോലെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. എന്റെ ചോദിച്ച ഒന്ന് വരുന്നുണ്ടോ? ആവേശം വേണ്ട. ഡ്രൈവിങ്ങിന് ആദ്യം വേണ്ടത് ക്ഷമ, സ്നേഹം, കരുണ, ഏകാഗ്രത, പിന്നെ ദീർഘവീക്ഷണം. ദീർഘവീക്ഷണം? അതെ, ഈ ദൂരേന്ന് സ്പീഡിൽ പാണ്ടിലോറി വരുന്നുണ്ടോ എന്നുള്ള ഒരു ദീർഘവീക്ഷണം. എന്റെ പൊന്ന് ചോദിച്ചാ, ആകപ്പാടെ കിട്ടുന്ന ഒരു 5 മിനിറ്റ്, അത് ക്ലാസ് എടുക്കാതെ ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമ വേണം. പിന്നെ കരുണ. റെഡി? ബ്രേക്ക് പിടിച്ച് ആക്സിലറേറ്റർ കൊടുത്ത് പതുക്കെ റേസ് ചെയ്തോ, പതുക്കെ വിട്ടോ. എവിടെയായിരുന്നു? നിനക്ക് കാലത്ത് ചായ മേടിച്ചതിനെ പുറത്ത് ആളല്ലോ. വീട്ടിൽ ഞമ്മനുള്ള ആരും കിട്ടിയില്ലേ? രാവിലത്തെ ചായ തീർക്കേണ്ട പ്രശ്നം വൈകിട്ട് അത്താഴം വരെ എത്തിക്കണോ? ആ, അത് ന്യായം. എടുത്തോ. ഓ, ആക്രാന്തം. കുറച്ച് കറികൾ എടുക്കടാ. മതി. ഓ, ഇന്ന് മുഴുവൻ പട്ടിണിയായിരുന്നോടാ? ആരാടാ അത്? എൻ്റെ ഒരു ചെറിയ ഫ്രണ്ടാ. ചെറിയ ഫ്രണ്ടോ? അതെന്നാ ഫ്രണ്ടാ? അതൊരു ഫ്രണ്ടാ. ഞാൻ മണ്ടയ്ക്ക് പോയി കഴിച്ചോളാം. വേണ്ട, ഇവിടെ കഴിക്ക്. അമ്മ പോ. എന്നാലും എന്നും ഇവനെ ഈ സമയത്ത് ആരായിരിക്കും വിളിക്കുന്നേ? പണ്ട് നിന്നെ എന്ന ഈ സമയത്ത് വന്ന് കണ്ടോണ്ടിരുന്ന ആരാ? നിങ്ങളോ? വേറാരാ? അന്ന് ഫോണില്ലാഞ്ഞോണ്ട് നിന്നെ ഞാൻ നേരിട്ട് വന്ന് കണ്ടു. ഇന്നിപ്പോ പിള്ളേർക്ക് ഫോണുണ്ട്, അതിൽ കൂടെ വിളിക്കാം, കാണാം, പറയാം. കാലം മാറിപ്പോയി. പൊളിച്ചു. അവസാനം ഞാനേ ഒറ്റയ്ക്ക് ഓടിച്ചു. പോടാ. പിന്നെ ഈ ഡ്രസ്സ് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. അതന്നെയല്ലേ നീ ഞാൻ ഏത് ഡ്രസ് ഇട്ടാലും പറയാറ്. നിന്നെ ഒന്ന് വർണ്ണിക്കാന്ന് വെച്ചപ്പം അവക്ക് ചാട വേണ്ട.
കുരങ്ങനാണ് എന്റെ കൂട്ടുകാരൻ ജോ. ഞാൻ നിന്നെ എന്റെ ടെഡിക്ക് പരിചയപ്പെടുത്തിയതാ. ടെഡി ആ ശരി, എന്നാ ഞാൻ പോവാ. ഒരു ഉമ്മ വന്നിട്ട് പോ. ഇവിടെ സോറി, ഇന്നത്തെ ഉമ്മ ഞാൻ ടെഡിക്ക് കൊടുത്തു. ജോഗിനെന്ന് ആദരം. ഓക്കെ, യുവക്കല്ലേ. എന്താടാ ബ്രേക്കപ്പിന് ഇടാൻ പറ്റിയ ഒരു സ്റ്റാറ്റസ് വേണം. എന്താ പറ്റി? അനുമോള് ഫോൺ എടുക്കുന്നില്ലടാ. ഇത് ബ്രേക്കപ്പാ, എനിക്ക് ഉറപ്പാ. അവൾ എന്നെ ഇട്ടേച്ചു പോയി. നീ ഇൻസ്റ്റയിൽ ഏതെങ്കിലും പേജിൽ പോയി നോക്ക്. എടാ ഞാൻ ഇനി നോക്കാൻ പേജുകളില്ല. ലവ് ആൻഡ് ലവ് ഓൺലി, യു ആൻഡ് മീ, കലിപ്പന്റെ കാന്താരി. നീ ഫ്രഷ് ആയിട്ടൊരു സ്റ്റാറ്റസ് നീ സെൻഡ് ചെയ്തതാ. എന്നിട്ട് ആദ്യത്തെ ബ്രേക്കപ്പ് ഒന്നും അല്ലല്ലോ. അപ്പൊ സ്റ്റാറ്റസ് റിപ്പീറ്റ് വന്നാലും പ്രശ്നമൊന്നുമില്ല. എടാ നീ ഒന്ന് മോങ്ങായിരിയടാ. പറ്റുന്നില്ല, ഇതെനിക്ക് റിയൽ ലവ് ആയിരുന്നു. എന്നാ മോങ്ങിക്കോ, ഞാൻ കഴിക്കുവാ. ശരി. നമ്മളിഷ്ടമുള്ളവരെന്തായാലും നമ്മളെ വിട്ടു പോകുന്നില്ല. കാരണം പറഞ്ഞു നമ്മളിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വെറീറ്റ. അപ്പോഴേ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി വെറൈറ്റി സംഭവമായിട്ടാ. എന്നാണല്ലേ, സാധാരണ നിങ്ങൾ എന്നാ ചെയ്യുന്നേ? പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ച് പിന്നെ ആ ഉള്ളി മുളകും ഒക്കെ ചേർക്കുന്നേ. ഞാൻ പക്ഷേ നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പോവാ. അതായത് ആദ്യം ഞാൻ ഉള്ളി ഇടുന്നു, മുളകിടുന്നു, പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്വന്തം കറിവേപ്പില ഇടുവാന്നേ. ശേഷം കടുകിടുന്നു. ഇനിയാണ് സംഭവം, നമ്മുടെ വെളിച്ചെണ്ണ. അതായത് അവസാനം ഒഴിക്കാൻ പോകുന്ന വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കാൻ പോവാന്നേ. എന്തു പറ്റി മമ്മി? അയ്യോ, മുഖം കത്തിപ്പോയോ? ഇവിടെ പുളിക്കും. എനിക്കേ ഈ ആളി കത്തുന്ന നന്നായിട്ട് അറിയായിരുന്നേ, അതുകൊണ്ട് ഞാൻ പ്രിക്കോഷൻ എടുത്തായിരുന്നു. ആണോ? അയ്യോ, എന്നാ എന്നിട്ടാണോ മുന്നിൽ ഇത്രയും മുടി കരിഞ്ഞോയേ? ഈശോയെ, മുടി കരിഞ്ഞോ? പപ്പ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ ഒരു മുട്ട എടുത്തായിരുന്നോ? ആ എടുത്തു. ഇത് ഫിനിഷ് ചെയ്യാൻ ഒരു മുട്ടയുടെ കുറവുണ്ടായിരുന്നു. കണ്ടോ, എന്റെ ഗൃഹലക്ഷ്മിയാ. എങ്ങനെയുണ്ട്? നിന്റെ അമ്മ എന്നാടി ഈ വീട് കത്തിച്ച് കളയോ? ഒരു ബ്ലോഗറുകാരി. അത് എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടാക്കാൻ പറ്റുമോ? ഇത് ഉച്ചയ്ക്ക് മുമ്പ് അപ്പാക്ക് ഫിനിഷ് ചെയ്യണം. അത് കഴിഞ്ഞൊരു വസ്തു കച്ചവടം ഉണ്ട്. നിന്റെ ഏട്ടനോട് പറയണ്ട ഇവിടെ. അതിലും വേറെ ഞാൻ ബസ്സിൽ കയറി പോകുന്നതാ. അവനിപ്പോഴും നേരം എടുത്തിട്ടുണ്ടാവില്ല. ഡേ നിക്കേ, ഞാൻ വരാം. ഇതാണോ ചോ 10 മണി? 10:15 സമയം. ഒരു 15 മിനിറ്റ് അല്ലേ ചക്കരെ? എത്ര ദേഷ്യം വേണം? എനിക്ക് എന്നെ ദേഷ്യം വന്നോ? ദേഷ്യം വന്നല്ലോ. മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം. പട്ടാപകലാണ് അവന്റെ തമാശ കളി. വണ്ടി എടുക്കുമോൻ. ജെനി, ഇപ്പൊ രാത്രിയൊക്കെയാണെങ്കിൽ കുറച്ച് തമാശ കളി ആവാം. അതിനെന്താ, ഒറ്റക്കിരുന്ന് തമാശ കളിച്ചു. ഓ, ഈ ഡ്രാമ സീരീസിലൊക്കെ എന്തോരം ഉമ്മ വെക്കുന്നത്. ഞാനൊരു ഉമ്മ ഒക്കെ വന്നപ്പോ അത് പ്രശ്നം. ജോ ഡ്രാമ സീരീസ് ഒക്കെ കാണാൻ തുടങ്ങിയോ? മുഴുവനില്ല, ആ ഭാഗം മാത്രം. നേരെ ഓടിക്കും. ഇവിടെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നീ പൊക്കോ. ഇവിടെ ഇത്തിരി സമയം എടുക്കും. ചിത്രയ്ക്ക് എന്തോ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനോട് വരണോ? പൊക്കോ, ഇവിടെ നിക്കണ്ട. ശരി, പോവാ. നിന്നെ സമ്മതിക്കണം കേട്ടോ, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ലവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു ഫീലിംഗാ മോളെ. എന്ത് ഫീലിംഗ്? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതാണ് പൊളി. അതാവുമ്പോ കമ്മിറ്റ്മെന്റ് വേണ്ട. എങ്ങനെ? പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എന്ത് ബന്ധം? നിന്നോട് വാദിക്കാൻ ഞാനല്ല മോളെ. പോവാ. അല്ല, നിനക്ക് ഇവിടുന്ന് ഇമ്മാതിരി കോസ്റ്റ്യൂം സെൻസ് ഒക്കെ കിട്ടിയേ? ഇതൊക്കെ ഡ്രാമയിലാണ്. ഞാൻ ഇന്നലെ അയച്ചെന്ന ഡ്രാമ സീരീസ് നീ കണ്ടിരുന്നു? ഇല്ല, കുറച്ച് കണ്ടു, പിന്നെ നിർത്തി. എനിക്ക് വെജ് ഡ്രാമ തീരെ ഇഷ്ടമല്ല. നോൺ വെജ് ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എവിടെ പോയതാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. നീ എന്താ ലേറ്റ്? ആടാ
അവളും കൊണ്ട് ചെക്കപ്പിന് പോകണമായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വരാൻ പറ്റി. മറ്റേ പായസം എന്തുവായി? അത് നൈസായിട്ട് ഡീൽ ചെയ്തില്ലേ. പഴനിയിലെ പായസം സുഖപ്രസവത്തിന് അടിപൊളിയാന്ന് പറഞ്ഞ് അമ്മ 2 ടീസ്പൂൺ എടുത്ത് അവൾ കൊടുത്തു. അവളെ തേച്ച് ഞാൻ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ മനസ്സിലായില്ല. ഏയ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്താ പരിപാടി? എടാ നാളെ ജെനിയുടെ ബർത്ത്ഡേ അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഒത്തിരി കാശാവാൻ പാടില്ല, പക്ഷെ അവള് ഞെട്ടണം. എടാ ഞാൻ ലേറ്റായി, പിന്നെ പറഞ്ഞുതരാം. ഓക്കെ എടാ അതെ, പൈസ ചെലവില്ലാത്ത കാര്യം മതി. എൻ്റെ കയ്യിൽ 5 പൈസയില്ല കേട്ടോ. നിന്റെ ഞാൻ കാശ് മേടിക്കും. കാശിന്റെ വകയൊക്കെ എന്റെ ഉണ്ട്. നീ ഐഡിയ പറ. അത് പറഞ്ഞുതരാം. വൈകിട്ടോ ലേറ്റായി, ഞാൻ പോട്ടെ. വിട്ടോ വിട്ടോ. ഓക്കെ. മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ നിന്നെ എവിടൊക്കെ നോക്കി. ഇന്നെന്താ ആങ്ങളൊക്കെ സ്നേഹം? സ്വന്തം പെങ്ങള് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയോ നോക്കണ ചേട്ടന്റെ ധർമ്മമല്ലേ അല്ലേ? നോക്കണ്ട, കാക്കയൊന്നും മലർന്ന് പറഞ്ഞിട്ടില്ല. ഓ നടക്കട്ടെ. എന്ത് നടക്കട്ടേന്ന് ഒന്ന് പോയി തരോ ജോലി, ഞാനൊന്ന് പഠിച്ചോട്ടെ. പഠിച്ചാ മതി. അവസാനം എൻട്രൻസ് കിട്ടിയില്ലെങ്കിലേ അപ്പ നിന്നെ ശരിയാക്കും. ഓ ഇയാൾക്ക് വലിയ ബിടെക് കിട്ടിയിട്ട് ഇവിടെ തെണ്ടി നടന്നിട്ട് പപ്പ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്കും കുഴപ്പമൊന്നുമില്ല. മോളെ എന്റെ പ്രോജക്റ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇന്ത്യ അറിയപ്പെടുന്ന ആനിമേറ്റർ ആവും ഞാൻ. എന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയും. ഓക്കെ? ഓ അപ്പ കാണാം. ഓ ഓ ഓ ഓ ഹലോ റോണി സാറേ, ഞാനൊരു പുതിയ പ്രോജക്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലല്ല, ഇത്തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു കണ്ടന്റ്. സാറൊന്ന് ചെക്ക് ചെയ്യണം. ശരി സാർ, താങ്ക് യു. എടാ നീ ഗൂഗിൾ പേ നോക്കിയായിരുന്നോ? ഇല്ല, എന്തേ? ചോദിച്ചാ. ഇതെപ്പോ അയച്ച്? നീ 2 മിസ് കോൾ അടിച്ചില്ലേ? അപ്പൊ തോന്നി പൈസക്ക് ആവശ്യമുണ്ടെന്ന്. എടാ നീ എന്റെ ചങ്കിലെ ചോരയാടാ. നിന്നോട് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് നീ നോക്കിയോ? ഗിഫ്റ്റ് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ അവളെ തന്നെ വിളിച്ചു നോക്കി. ഇത്രേ ഉള്ളൂ. വിളിക്കാല്ലേ? വിളിക്ക്. നിന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു സാധനം മേടിക്കാലോ. ഹലോ ജെനി, ഞാൻ അയാൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കൂ. ചക്കരക്ക് എന്തുവാ വേണ്ടേ? എന്തുവാ? ഓക്കെ. എന്താ പറഞ്ഞ? ഇതെന്താ ഞെട്ടിയിരിക്കുന്നേ? എന്തെറ്റി? അല്ല, വളരെ സിമ്പിൾ ഗിഫ്റ്റ്. ഇത്രയും ചെറിയ ഗിഫ്റ്റ് പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെട്ടിയതാ. ആഹാ, എന്നാ ഞാനും ഞെട്ടട്ടെ. എന്താണ് സംഭവം? അല്ല നീ മാറിക്ക്, സമയമില്ല, കടയടയ്ക്കാൻ സമയം. മാറിക്ക്. അവൻ വരട്ടെ. എടാ ഇറങ്ങടാ, ബിസിയാടാ ഞാൻ. അവൻ വരട്ടെ. മാറ്. അതേ വന്ന് മാറ്. കലിപ്പിലാണല്ലോ. പിടിക്കേ. പോവാ. എടാ ഞങ്ങളെന്നാ ഇറങ്ങാം. ശരി, ചേട്ടാ, ബൈ ബൈ. അപ്പൊ നീ എന്റെ പാർട്ടിക്ക് വരുന്നില്ലേ? എടാ എന്റെ ബ്രേക്കപ്പ് പാർട്ടിയാ. അവനിന്നൊരു സന്ധ്യാപ്രാർത്ഥന ഉണ്ട്. ജെനിയുടെ അവിടെ ആയിരിക്കും. അതെ. എന്നാലും എന്റെ പാർട്ടിക്ക് വരായിരുന്നു. ഇല്ലടാ, ഞാൻ അടുത്ത ബ്രേക്കപ്പിന് കൂടാ. കളിയാക്കണ്ടോ ജോലെ? എനിക്കും വരും ഒരു ത്രൂ ഔട്ട്. ഓ ആയിക്കോട്ടെ. ശരിയടാ, ടാറ്റാ. പൊക്കോ. എന്താടാ ഇവിടെ? ചുമ്മാ. പിന്നെ ചുമ്മാ വന്നിരിക്കാ. ഇത് വേളാങ്കണ്ണി പള്ളിയല്ലേ? എന്തായാലും അങ്കിളിന് സന്തോഷമായി. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ഒരാളാ. എനിക്ക് പോണം, പ്രോജക്റ്റിന് സാധനം മേടിക്കാനുള്ള. എത്ര രാത്രിയായാലും എന്ത് സാധനം എന്റെ അങ്കിള് വാങ്ങിച്ചു. വണ്ടി എടുക്കേ, വണ്ടി ഇട. ഇങ്ങനെ എന്നടാ എല്ലാരും തുടങ്ങണ പ്രോജക്ട് റിപ്പോർട്ട് എന്നൊക്കെ പറയുമോ? അങ്കിളെ വീട്ടിലല്ലോ അല്ലേ? പണ്ട് നേരെ എടുക്കല്ലേ. പതുക്കെ പോണേ.
വേഗം വാ. ഞാൻ പിടിച്ചിട്ടുണ്ട്. കേറ്. പതുക്കെ. കൈതാ ഞാൻ പിടിച്ചിട്ടുണ്ട്. ശബ്ദം ഉണ്ടാക്കല്ലേ? അടക്കി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കോണിപ്പടി കിടന്ന് കുറച്ച് കഷ്ടപ്പാടാ. അയ്യോ, എന്നാ ഞാൻ നിനക്ക് ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാം. മാറിക്കടാ. ചെല്ലേ, പോയി ബാഗ് എടുക്ക. എവിടെ കിട്ടിയില്ലേ? സാധനമൊക്കെ ഉണ്ട്. 12 മണിയാകുമ്പോ എടുക്കാം. എടാ പൊട്ടാ, ആ ക്ലോക്ക് വർക്ക് ആവില്ല. എടുക്ക്. അങ്ങോട്ട് നോക്കിക്കേ. എന്തിനാ? നോക്കിക്കേ പ്ലീസ്. എങ്ങോട്ടെ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഇഷ്ടപ്പെട്ടോ? അല്ല, വണ്ടിയില്ലാത്ത എനിക്ക് എന്തിനാടാ ഹെൽമെറ്റ്? വെച്ചോ, നാളെ ആവശ്യം വരും. പോയി സാധനം എടുക്കടാ. എടുക്ക്. എവിടെ? ഞാനെന്നാ പോയി ഗ്ലാസ് എടുക്കട്ടെ. ബിയർ കുപ്പിയോടടിക്കുന്ന ഫിറ്റ് ഉണ്ടോ? അങ്ങനല്ല. എടുക്ക. Cheers. ഞാൻ പറഞ്ഞ സാധനം എടുക്ക. ദൂരടിച്ച് ഫിറ്റാവല്ലേ? ഞാനോ? ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന ഈ പേരൊക്കെ? ആമ്പിള്ളേര് പോലും കേട്ടില്ലല്ലോ. സോജു നിങ്ങൾ കേൾക്കാത്ത പല സാധനങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പെണ്ണെന്നെ സുമ്മാവാ. മോളെ, ആദ്യം ഒരു പ്ലേറ്റിൽ ഉപ്പുപൊടി ഇട്ട് ഒരു ഗ്ലാസ് എടുത്ത് കമഴ്ത്തി വെച്ച് കറക്കുക. എന്നിട്ട് മുളകരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇടുക. ഇനി അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ നമ്മുടെ കൊറിയൻ സ്പെഷ്യൽ ഐറ്റം സോജു അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം സോജുവിന് നോവാത്ത രീതിയിൽ സോഡ അങ്ങ് ഒഴിക്കുക. അപ്പൊ പതഞ്ഞു വരുന്ന കാണാം. പിന്നെ വേണമെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിന് വേണ്ടി ഒരു സ്ട്രോബെറി കൂടി പിഴിഞ്ഞൊഴിച്ച എന്റെ മോളെ സംഭവം കളറാവും. ഇതുപോലത്തെ കൂട്ടുകാരി ഒന്നേ ഉള്ളോ? ഒരെണ്ണേ ഉള്ളൂ. ധാരാളം.